നമ്മളെ ആക്ഷൻ എനേബിളിങ്ങിനെ കുറിച്ച് സംസാരിച്ചു. ഇത് ഒരു അപ്പൊ അവിടെയാണ് ഒരു ഇൻഡിവിജ്വൽ സോഷ്യൽ ആനിമലായിട്ട് മാറുക. ഒരു ലോകത്ത് ആരുമായിട്ട് ഒരു ബന്ധവും ലോകത്ത് ആരുടെ ഒരു കാര്യത്തിനും ഒരു കണക്ഷനും ഇല്ലാതെ അവനവന്റെ കാര്യം മാത്രം നോക്കുക. ഞാൻ ചില ബിസി സിറ്റികളിലൊക്കെ താമസിച്ചിട്ടുണ്ട്, യാത്ര ചെയ്തിട്ടുണ്ട്. തിരക്കേറിയ ചില സിറ്റികളിലൂടെയൊക്കെ താമസിക്കുമ്പോഴേ യാത്ര ചെയ്യുമ്പോഴൊക്കെ മനുഷ്യരോട് ചിരിക്കാൻ പോലും മിണ്ടാൻ പോലും പറഞ്ഞതിനോട് മറുപടി പറയാൻ പോലും ഹായ് ഹായ് പറയാനോ ഗുഡ് മോർണിംഗ് പറയാനോ പരിചയപ്പെടാനോ വളരെ ബുദ്ധിമുട്ടുള്ള ആളുകൾ ധാരാളമായിട്ട് അത്തരം ബിസി സിറ്റികളിലുണ്ട് എന്ന്. ചില ബിസി സിറ്റികളൊക്കെ ഒരു എസ്പെഷ്യലി കൊച്ചി, ബാംഗ്ലൂർ, ദുബായ് ഒക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ പൊതുവെ കണ്ടിട്ടുള്ളത് ജനറലി ഭയങ്കര കഴിവ്, സ്കില്ല്, സ്മാർട്ട്നെസ് ഒക്കെ ഉള്ള ആളുകളാണ് അത്തരം സിറ്റികളിൽ എത്തിപ്പെട്ട് വളരെ വലിയ ജോലികളൊക്കെ ചെയ്യുന്നത്. പക്ഷെ പലപ്പോഴും അവർ ദേ ആർ ഫോക്കസ്ഡ് ഓൺ മെയിൻലി ദെയർ ഓൺ തിങ്സ്. അവരവരുടെ കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആണ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് മറ്റുള്ള ആളുകളുടെ വിഷയത്തിൽ ഫോക്കസ്ഡ് ആവാൻ പറ്റാതെ വന്നാൽ ഉണ്ടാകാവുന്ന ചലഞ്ച് ഒരു ചലഞ്ചാണ് ശരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു എനാബിളർ ആവാനോ ഒരു മെൻറ്റർ ആവാനോ ഒരു ട്രെയിനർ ആവാനോ ഒരു കോച്ച് ആവാനോ ഇവിടെ എല്ലാവരും ട്രെയിനറും എല്ലാവരും കോച്ചും എല്ലാവരും മെൻറ്ററും എല്ലാവരും എനാബിളിങ് ചെയ്യുന്ന ആളുമാണ്. കാരണം ഒന്ന് അവനവനെ തന്നെ കോച്ച് ചെയ്യണം, അവനവനെ തന്നെ ട്രെയിൻ ചെയ്യണം. ലോകത്ത് ട്രെയിനേഴ്സിനെ കുറിച്ച് നമ്മൾ പറയാറുള്ളത് ഏറ്റവും പ്രധാനമായിട്ട് അവനവനെ ട്രെയിൻ ചെയ്യാൻ സാധിക്കുന്ന ഒരാളാണ് മറ്റുള്ള ആളെ ട്രെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അവനവനെ ട്രെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതൊരു ചാലഞ്ചിങ് ആയിരിക്കും. അതേപോലെ ലീഡർഷിപ്പിലും ഏറ്റവും വലിയ തിയറികളിലൊന്നും അതാണ്. അവനവനെ ലീഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അവനവന്റെ ആക്ഷനുകളെ ലീഡ് ചെയ്യാൻ പറ്റുന്ന, തോട്ടുകളെ ലീഡ് ചെയ്യാൻ പറ്റുന്ന, ബിഹേവിയറിനെയും വേർഡിനെയും ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് മറ്റുള്ളവരെ ലീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഒരു ആക്ഷൻ എനേബിളിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് നോട്ട് എ സ്മോൾ തിങ്, ഇറ്റ് ഈസ് എ വെരി ഹെവി ആൻഡ് വെരി സീരിയസ്. അപ്പോൾ ഈ ഹെവി ആൻഡ് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ ഒരു ഇൻഡിവിജ്വൽ പെർഫോം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നത് എന്താണ്? ഓട്ടോമാറ്റിക്കലി അയാൾ ഡെവലപ്പ് ചെയ്യണം. അപ്പം ഇപ്പം നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാറില്ല, നിർത്തി. ചിലർ പറയാറുണ്ട് ഞാൻ അതിലൊന്നുമില്ല, ഞാൻ ഇടപെടാറില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ. എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച കേരളത്തിന്റെ 15-20 വർഷക്കാലമാണ് എന്ത് സംഭവിച്ചതെന്നറിയോ? ഈ കുട്ടികളൊക്കെ കൂടി മയക്കുമരുന്നിലേക്ക് പോയതും ഭരിക്കുന്ന ആളുകൾക്ക് ഭരിക്കാൻ അറിയാത്ത വിഡ്ഢികളായതുകൊണ്ട് പലപ്പോഴും വിഡ്ഢിത്തം സംഭവിക്കുകയും നാട് ജനാധിപത്യ മെട്ടി പുസ്തകത്തിനെതിരെ അല്ലെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഭരണഘടനയ്ക്കെതിരെയൊക്കെ കാര്യങ്ങൾ ആയി പോവുകയും അതിനെതിരെ പ്രതികരിക്കാതെ മിണ്ടാതിരിക്കുകയും ചെയ്ത് അവനവന്റെ കാര്യം നോക്കുന്നത്. ഇപ്പൊ അവനവന് പോലും നിൽക്കാൻ സൗകര്യവും സ്ഥലവും അവനവന്റെ കുട്ടികൾ നഷ്ടപ്പെടുകയും അവനവന്റെ വീട് നഷ്ടപ്പെടുകയും അവനവന്റെ സൗകര്യങ്ങൾ ഇല്ലാതാവുകയും അവനവന്റെ മൗലിക സ്വാതന്ത്ര്യങ്ങൾ നഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നിടത്തേക്ക് കാര്യങ്ങൾ പോയി. കാരണം ഇത് അവനവൻ മറ്റുള്ളവരുടെ ഒന്നിലും ചെയ്യാൻ ശ്രദ്ധിക്കില്ല എന്നെടുത്ത ഡിസിഷൻ കൊണ്ടാണ്. അപ്പൊ ഈ എനേബിളിംഗ് എന്ന് പറയുന്ന സാധനം ഒരു സോഷ്യൽ അനിമലിന് മാൻഡേറ്ററി ആണ്. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും നല്ല സംഘങ്ങൾ ഉണ്ടാവണം എന്ന് പറയും. നല്ല നല്ല സംഘങ്ങൾ ഉണ്ടായാലാണ് നല്ല കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. മോശം സംഘങ്ങളെയാണ് ഇല്ലാതാക്കേണ്ടത്, ഇല്ലാതാവേണ്ടതും. അത് ഏത് രൂപത്തിലുള്ളതായിരുന്നു. ഇപ്പൊ സാമൂഹിക അതിക്രമങ്ങൾ നടത്തുന്ന ഏത് രൂപത്തിലുള്ള പേരിലുള്ള ഏത് സംഘങ്ങളായിരുന്നാലും അതൊന്നും വളരുന്നത് ശരിയല്ല. കാരണം അത് ഒരു സാമൂഹിക വളർച്ചക്കോ ഒരു തലമുറയുടെ വളർച്ചക്കോ വലിയ തകരാറുണ്ടാക്കും. അപ്പൊ മികച്ച കൂട്ടങ്ങൾ ഉണ്ടാവാൻ നമ്മുടെ നാടുകളിൽ മികച്ച കൂട്ടങ്ങൾ ഉണ്ടാവാൻ വേണ്ടി പരസ്പരം സഹകരിക്കുന്നത് നന്നായിരിക്കും. അപ്പൊ അതൊരു ആക്ഷൻ എനേബിളിംഗ് പ്രോസസ്സാണ്. അപ്പൊ നമ്മൾ ആളുകൾക്ക് നല്ല ചിന്തകൾ ഉണ്ടാവാൻ, നല്ലതുണ്ടാവാൻ, നന്മയുണ്ടാവാനൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അപ്പൊ നന്മ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോ ആ ആളുകളുമായിട്ട് ചേരുകയും അവരുമായിട്ട് ഇടപെടുകയും കൂടുതൽ ആളുകളുമായിട്ട് അകന്നു നിൽക്കുന്നതിന് പകരം ആളുകളുമായിട്ട് ഇടപഴകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവാം. ഇപ്പോൾ മലപ്പുറം ജില്ല എപ്പോഴും മികച്ചു നിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്കറിയാം. അവിടെ ഒരു മുസ്ലിം ഭൂരിപക്ഷ ജില്ലയൊന്നുമല്ല. നിങ്ങൾ ജനസംഖ്യയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. മലപ്പുറം ജില്ല മുസ്ലിം ഭൂരിപക്ഷ ജില്ലയാണോ ഹിന്ദു ഭൂരിപക്ഷ ജില്ലയാണോ എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ശരിക്ക് പറഞ്ഞാൽ ഈ ജില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ മുംബൈ ഇന്ത്യൻസ് കളിക്കുന്ന വിഘ്നേഷ് പുത്തൂരിന്റെ ഒരു സ്റ്റോറി നമ്മൾ എല്ലാവരും കേട്ടു.
അതില് അവര് ആ കുട്ടി പറയുന്ന ഒരു സംഭവമുണ്ട്. വിഘ്നേഷ് പറയുന്നത്, വിഘ്നേഷിന്റെ ഒരു കുട്ടിക്കാലത്ത് വിഘ്നേഷിനെ ചൈനാമൻ ബൗളിങ്ങിലേക്ക് കൊണ്ടുപോയത് ഒരു അയൽപക്കത്തുള്ള ഒരു ഉസ്താദാണ്. ആക്ച്വലി ഷെരീഫ് എന്ന് പറയുന്ന, ഷെരീഫ് ഖാ എന്ന് പറയും. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ കുറച്ച് ബഹുഭൂരിപക്ഷം ഉണ്ട് എന്ന് വിചാരിക്കുന്ന രൂപത്തിലേക്ക് പോവാതെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. അപ്പൊ അവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചും സ്നേഹിച്ചും എനേബിൾ ചെയ്തും ഹെൽപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്തും. ഇപ്പോൾ നോമ്പിനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും ജംഗ്ഷനുകളിലൊക്കെ ഫുഡ് കിറ്റുകൾ വിതരണം ചെയ്യുന്നത്. അതേപോലെ കോവിഡ് സമയത്തുള്ള സപ്പോർട്ടിങ്സ്, ഇതൊക്കെ ഒരു പക്ഷേ നമ്മൾ പലപ്പോഴും, കാരണം അവിടെ ഇറസ്പെക്റ്റീവ് ഓഫ് ഫിലോസഫീസ് ആൻഡ് പോളിസി, കോമൺ ഫിലോസഫി, എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യണം. അപ്പൊ ആ കുട്ടിയുടെ സ്റ്റോറി കേട്ടാൽ നമുക്കറിയാം, അവര് ആ ഒരു കോച്ചിന്റെ അടുത്തേക്ക് അവർ എത്തിച്ചു കൊടുക്കുന്നതും തൊട്ട് മുമ്പുള്ള റോഡിൽ വെച്ച് കളിപ്പിച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതും ഒക്കെ ചെയ്തത്. പുള്ളി പറഞ്ഞത് ഞാൻ തന്നെ മറന്നുപോയിരുന്നു ആ സംഭവങ്ങളൊക്കെ. ഇപ്പൊ നിങ്ങൾ ആരൊക്കെ എടുത്ത് പൊക്കി വെച്ച് പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും റിട്ടേൺ കിട്ടാൻ വേണ്ടി എല്ലാ ആളുകളും എനേബിൾ ചെയ്യുന്നതും ഹെൽപ്പ് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും. അപ്പോ ഒരു വളരെ ഡീപ്പായിട്ടൊരു വലിയ സ്റ്റഫായി മാറാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന. തന്റെ മതഭ്രാന്ത് കൊണ്ടല്ല ആലോചിക്കുന്നത്. അവിടെ സ്നേഹവും മനുഷ്യർ തമ്മിലുള്ള ഐക്യവും സാഹോദര്യവും സഹവർത്തിത്വവും ഒക്കെയാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ മൂലധനം. അപ്പൊ ഇവിടെ ഇങ്ങനെ വരുന്ന സമയത്താണ് കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് പോവുക. അപ്പൊ അതുകൊണ്ടാണ് നല്ല കൂട്ടങ്ങൾ, നല്ല ആളുകളുടെ നല്ല കൂട്ടുകെട്ടുകൾ, നല്ല സംഘങ്ങൾ ഉണ്ടാവണം എന്ന് പറയാൻ കാരണം, ഈ എനേബിളിംഗ് പ്രൊസീജിയർ നമ്മളുടെ ആക്ഷനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരാൾക്ക് ജോലിയില്ല, അപ്പൊ അയാളുടെ പലപ്പോഴും ആളുകൾ ഞാനൊക്കെ ഇവിടെ ദുബായിലുള്ള സമയത്ത് പലപ്പോഴും ആളുകൾ കാണാറുണ്ട് ജോലി കിട്ടാനില്ല. ഞാൻ പറയും എന്തായാലും CV അയക്കും, ഞാൻ നോക്കാം, ട്രൈ ചെയ്യാം, വെറുതെ പറയുന്നതല്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് അന്വേഷിക്കുകയും ചെയ്യും. അപ്പോ അപ്പോൾ അതിനകത്തേക്ക് നമ്മുടെ ഓറഞ്ച് ആപ്പിളിന്റെ ജോബ് ഗ്രൂപ്പിൽ അവരെ ആഡ് ചെയ്യും. അപ്പോൾ അവർക്ക് പറ്റാവുന്ന ഒരു മിനിമം സപ്പോർട്ട് എന്നുള്ളതൊക്കെ അതെങ്കിലും ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഡെയിലി 100-200 ഒക്കെ ജോബ് പോസ്റ്റ് കിട്ടുന്നതാണ് ഓറഞ്ച് ആപ്പിൾ ജോബ് ഗ്രൂപ്പ്. അപ്പോൾ ഇതൊക്കെ ആക്ഷൻ എനേബിളിംഗ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണ്. എനിവേ, എല്ലാവർക്കും മികച്ച ദിനങ്ങൾ ആശംസിക്കുകയാണ്. ഓറഞ്ച് ആപ്പിൾ ഫൗണ്ടേഷന്റെ ഫുഡ് വിതരണം നമുക്കറിയാം അടുത്ത ദിവസങ്ങളിലുള്ള നമ്മുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെന്ററിൽ. അതിന് നിങ്ങളെ കൂടെ കഴിയുന്ന സഹായ സഹകരണങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. ഗ്രൂപ്പിൽ ഓറഞ്ച് ആപ്പിൾ ഫൗണ്ടേഷന്റെ കോർഡിനേറ്റർ അതിനകത്ത് ഡാറ്റ ഡീറ്റെയിൽസ് എല്ലാം ഇട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അതിനുവേണ്ടി സഹായിക്കുക, സഹകരിക്കുക. നിങ്ങളുടെ ഒരുപാട് സഹകരണങ്ങൾ കൊണ്ടാണ് നമ്മൾ എല്ലാ മാസവും മുടങ്ങാതെ ഇത്തരം ഭക്ഷണ പ്രക്രിയകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Have a great day. God bless and thank you so much. Love you all.